2026 മാർച്ചിൽ നടക്കാൻ പോകുന്ന SSLC +1 +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഡേറ്റ് വന്നതിന് ശേഷം കുട്ടികൾ എനിക്ക് ഏറ്റവും അയച്ച മെസ്സേജിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ടെൻഷനാവുന്നു, അവർക്ക് പേടിയാവുന്നു, ഇപ്പോഴേ ടെൻഷൻ അടിച്ച് തുടങ്ങിയെന്നാണ്. അതൊരു മനുഷ്യ സ്വാഭാവികമായ ഒരു കാര്യമാണ്. വലിയൊരു കാര്യം അവർക്ക് ചെയ്യാനുള്ളത് മുന്നിലേക്ക് വരുമ്പോൾ അതിന് ഡേറ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യന്മാർക്ക് ടെൻഷൻ വരും. ആ ടെൻഷൻ നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നു അതനുസരിച്ചാണ് നിങ്ങളുടെ വിജയം, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ വിജയം കിടക്കുന്നത്. ഈ നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് കിടക്കുന്നത്. ഈ 3 മാസങ്ങൾ കൃത്യമായ പ്ലാനോടുകൂടി, കൃത്യമായ എഫേർട്ടോടുകൂടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ബാക്കിയുള്ള ഡീവിയേഷൻസ് ഒക്കെ മാറ്റിവെച്ച്, ബാക്കിയുള്ള കമ്മിറ്റ്മെൻ്റ് ഒക്കെ മാറ്റിവെച്ച്, ബാക്കിയുള്ള എല്ലാ അലമ്പുകളും മാറ്റിവെച്ച് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഈ 3 മാസം നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ 2026 മാർച്ച് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയും ചെയ്യാം. അതിനാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ള. ആ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം. ചിലപ്പോൾ നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ എജുപോർട്ട് പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. ഇനി അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല, ട്യൂഷന് പോകാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷനാണ് എജുപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾ എജുപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റാകും. അപ്പോൾ ഒന്നുകിൽ എജുപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ട്യൂഷൻ്റെ ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമതായി നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. +1 ആണെങ്കിലും SSLC ആണെങ്കിലും +2 ആണെങ്കിലും ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ ആണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക. ആ പണിയെടുക്കൽ ഒരു കാട്ടിക്കൂട്ടലാവരുത്. ഡെയിലി 3 hours വെച്ചിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ്. പിന്നെ സൺഡേ നിങ്ങൾ ലീവ് എടുത്തോ, പക്ഷേ ബാക്കിയുള്ള 6 ദിവസവും 3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഡേറ്റ് വന്നു, ആ ഡേറ്റിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കലേ വേണ്ടത്. ആ ടെൻഷൻ ഓവർകം ചെയ്യാൻ ഞാൻ പഠിക്കണം, ഞാൻ മാർക്ക് നേടണം, എൻ്റെ മുന്നിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവസരങ്ങൾ വിനിയോഗിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ ഈ ടെൻഷൻ നിങ്ങൾക്ക് മെല്ലെ കുറയ്ക്കാനും പറ്റും, പബ്ലിക് എക്സാം ഈസിയാക്കി എഴുതാനും പറ്റും. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളിപ്പോൾ കളിച്ച് ചിരിച്ച് നിങ്ങൾ ഡീവിയേഷനിലേക്ക് പോയി പഠനം എന്ന കാര്യത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് ജനുവരിയിലാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ടഫ് ആവും. മറിച്ച് ഈ നിമിഷം, ഈ സെക്കൻഡ്, ഈ മൊമെൻറ്റ് മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും. ഏത് വേണം നിങ്ങൾ തീരുമാനിക്കുക. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താണ്. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കും.